നമസ്കാരം. ബി പോസിറ്റീവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഏഞ്ചൽ, ഇന്ന് നമ്മൾ മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടാണല്ലേ ഇരിക്കുന്നത്? തീർച്ചയായും എനിക്ക് രാവിലെ ഹൃദയെ കണ്ടപ്പോൾ തന്നെ തോന്നി നല്ല തിളങ്ങി നിൽക്കുകയാണ് ഇന്ന് ഹൃദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ബ്ലൂ ആണ്, നീല കളറാണ്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറം നീലയാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് എനിക്ക് നീല നിറത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഏഞ്ചലിന് ഏത് നിറം ഇഷ്ടം? എനിക്ക് പൊതുവേ വൈറ്റ് കളർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും എൻ്റെ അമ്മ എനിക്ക് കൂടുതലും വാങ്ങി തന്നിട്ടുള്ള ഡ്രസ്സിലാണെങ്കിലും വൈറ്റ് കളേഴ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിങ്ങനെ പോകും, വേറെ കളർ വാങ്ങണം, വേറെ കളറിലുള്ള ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ കടയിൽ പോകും. പക്ഷേ എങ്കിൽ ഡ്രസ്സ് എടുത്തു വരുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ എവിടെയെങ്കിലും ഒരു വൈറ്റ് കളർ ഉണ്ടാവും. വൈറ്റ് എന്ന് സത്യം പറഞ്ഞ ഒരു സമാധാനത്തിന്റെ നിറമാണ്. പീസ് എന്നാൽ അതിൻ്റെ ആ ഒരു വേർഡിന്റെ സിമ്പിളാണ് വൈറ്റ്, അല്ലേ? തീർച്ചയായും. അപ്പോൾ ഏഞ്ചൽ കൊയർ ടീമിലൊക്കെ ഉണ്ടായിരുന്നു, പാടും. തീർച്ചയായും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഡിവോഷണൽ സോങ്സിനോടും ലളിത സംഗീതത്തോടും ഒക്കെ നല്ലൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊരു ലളിത സംഗീതം കേട്ടിട്ട് തിരിച്ചു വരാം. നമുക്ക് കാണാം ശുഭസംഗീതം. ഋതുചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു? ഋതുചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു? ഹൃദയാംബുജത്തിൻ്റെ പവിഴം കൊണ്ടോ ഉദയാംബരത്തിൻ്റെ കനകം കൊണ്ടോ? ഋതുചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു? ശ്രാവണ സുന്ദരി നിൻ കൺഗണമല്ലയോ കാനന പുഷ്പങ്ങളായി മിന്നി? ശ്രാവണ സുന്ദരി നിൻ കൺഗണമല്ലയോ കാനന പുഷ്പങ്ങളായി മിന്നി? ദേവതേ നിൻ ദേവതേ നിൻ കുങ്കുമം ചാലിച്ചതല്ലയോ മാധവമാസത്തിൻ സൂര്യോദയം? കാട്ടുപൂവിന്മേട്ടിലും ഉണരുമീ ഗാനം നാട്ടുമാവിൻ കൊമ്പിലല്ലേ ഊയലിൻ താളം? ഋതുചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു? മാനസമോഹിനി നിൻ സൗരഭമല്ലയോ താപസമോഹത്തെ തൊട്ടുണർത്തി? മാനസമോഹിനി നിൻ സൗരഭമല്ലയോ
താപസമോഹത്തെ തൊട്ടുണർത്തി ദേവതേ നിൻ പുഞ്ചിരി നേദിച്ചതല്ലയോ ആവണിപ്പൂവിലെ പഞ്ചാമൃതം വീണപ്പൂവിൻ നെഞ്ചിലും ഉണരുമീ ഗാനം കൂടുകൂട്ടും പൂങ്കിനാവിൻ ഊയലിൻ താളം ഋതുചക്രവർത്തി നീ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു ഹൃദയാംബുജത്തിൻ്റെ പവിഴം കൊണ്ടോ ഉദയാംബരത്തിൻ്റെ കനകം കൊണ്ടോ ഋതുചക്രവർത്തി നീ മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു ഓരോ ദിവസത്തിനും ഓരോ കഥകളാണ്, ഓരോരോ ചരിത്ര കഥകൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്തെന്നാൽ മംഗലപ്പള്ളി ബാലമുരളി കൃഷ്ണ അഥവാ എം ബാലമുരളി കൃഷ്ണ സർ ജനിച്ച ദിവസമാണ്. 1930 ജൂലൈ 6 അന്നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിനെ പറ്റി ഒട്ടുമിക്ക പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ കർണാട്ടിക് സംഗീതജ്ഞനും ആക്ടറും കവിയും ഒക്കെയാണ് അദ്ദേഹം. 400ഓളം പരം കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിനു പുറമേ തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മശ്രീ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഹൃദയ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് 1935 ജൂലൈ 6 ടിബറ്റിലെ ആത്മീയ ആചാര്യനായ 14ാമത് ദലൈലാമ ജനിച്ച ദിവസമാണ്. അദ്ദേഹം ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ആർട്ട് ഓഫ് ലൈഫ്, ഹീലിംഗ് ആങ്കർ, ദ യൂണിവേഴ്സ് ഇൻ എ സിംഗിൾ ആറ്റം. ശരിക്കും ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ളൊരു കൺവേർജൻസ് ആണ്. അതുപോലെ തന്നെ ഫിസിക്സ്, അതേപോലെ കോസ്മോളജി, ഇതൊക്കെ എങ്ങനെ ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1989 ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. ഏഞ്ചൽ, എനിക്ക് ചില ചിത്രങ്ങളോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയത്തക്ക എന്ന് പറയുന്നത് രാജാ രവിവർമ്മ സാറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഒരു കേരളീയത, നമ്മളുടെ സംസ്കാരത്തെയും മൂല്യത്തെയും അതിൽ അദ്ദേഹത്തിൻ്റെ ചിത്രരചനയിലൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ എടുത്തു പറയേണ്ടത് ഹംസവും ദമയന്തിയും, ആ ഒരു ചിത്രത്തെയാണ്. അതുപോലെ തന്നെ ഡാവിഞ്ചി സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഒത്തിരി ചിത്രങ്ങൾ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്ന കുറെ പെയിന്റിങ്സ്. തീർച്ചയായും ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ജീവൻ ഉള്ളതുപോലെ തോന്നാറുണ്ട് അല്ലേ. ശരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വർണ്ണങ്ങളെ പറ്റിയും പുതിയ പുതിയ ചിത്രങ്ങളെ പറ്റിയും അതിൻ്റെ രചനകളെ പറ്റിയും പ്രേക്ഷകരെ മനസ്സിലാക്കി തരുന്ന ഒരു സെഗ്മെന്റ് ആണ് അടുത്തത്. കാണാം മോപ്പസാങ് വാലത്ത് അവതരിപ്പിക്കുന്ന വർണ്ണലോകം. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് അക്രിലിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചിത്രമാണ്, അതായത് ഒരു ചീനവലയുടെ ദൃശ്യമാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഇതിന് ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ ഓയിൽ പേസ്റ്റിൽ വെച്ച് ഞാൻ സ്കെച്ച് ചെയ്തേക്കുന്നത്. ഇനി ആകാശം പെട്ടെന്ന് ചെയ്യാം. ആകാശം ചെയ്യാനായിട്ട് കോബാൾട്ട് ബ്ലൂവും കുറച്ച് പ്രഷ്യൻ ബ്ലൂവും അതിന് കൂടെ വൈറ്റും ചേർത്തിട്ട് നമ്മളിതിൻ്റെ ആകാശത്തിൻ്റെ മോൾ ഭാഗത്ത് മുഴുവൻ അടിച്ചു കൊടുക്കും. എന്നിട്ട് താഴത്തേക്ക് വരുമ്പോൾ വൈറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം മേഘങ്ങളുടെ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം കൊണ്ട് ചെയ്യുക. ഇത് ഓയിൽ പേസ്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാവുന്ന ഒരു മീഡിയമാണ് അക്രിലിക്. ഒരു പ്രശ്നം എന്നുള്ളത് ഇത് വളരെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു ബ്രഷ് എപ്പോഴും വെള്ളത്തിൽ, ഇത് ഉപയോഗം കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രഷ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഈ ബ്രഷ് കട്ട പിടിച്ച് ഡാമേജ് ആയിപ്പോൾ നമ്മൾ ഓയിൽ പെയിൻറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വാട്ടർ കളർ ചെയ്യുന്ന പോലെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. ഇത് അപ്പം തന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആ ദൂരെയുള്ള കരയും ആകാശവും കായലും ഒക്കെ തീർത്ത് ഇനി നമുക്ക് തൊട്ടിപ്പുറത്തുള്ള കരയുണ്ട്, അതിന് ലെമൺ യെല്ലോ.
ലെമൺ യെല്ലോ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഹോഗ് ഹെയർ ബ്രഷാണ്. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ് ഹോഗ് ഹെയർ. ഇതിനുപയോഗിക്കുന്ന ബ്രഷിൻ്റെ പേര് ഇത് തന്നെയാണ്, ഹോഗ് ഹെയർ എന്നാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേബിൾ ഹെയർ അല്ലെങ്കിൽ സിന്തറ്റിക് ഹെയർ പറ്റില്ല, കുറച്ച് ഹാർഡായിരിക്കണം ഇതിൻ്റെ ബ്രസൽസ്. അപ്പോൾ അതുകൊണ്ട് ഹോഗ് ഹെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ്. ഇത്രയൊക്കെ ചെയ്തിട്ട് ലെമൺ യെല്ലോവിൻ്റെ കൂടെ സാപ്പ് ഗ്രീൻ, ഒലിവ് ഗ്രീൻ, ഈ 3 കോമ്പിനേഷനാണ് ഇതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിനോട് ചേർന്നുള്ള കുറച്ച് കരകളുണ്ട്. അതിപ്പോൾ അതിന് നമുക്ക് പ്രഷ്യൻ ബ്ലൂവും യെല്ലോ ഓക്കറും ബേൺ ചെയ്യുന്ന ആ കോമ്പിനേഷൻ ചെയ്യാം. അപ്പോൾ ചീനവലയ്ക്ക് ചില സ്ട്രക്ചർ ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതായത് ആദ്യം തന്നെ ഒരു 3-4 പോസ്റ്റ് ഉണ്ടാവും ഇവിടെ, ഇങ്ങനെ വട്ടത്തിലുള്ള കുറേ പോസ്റ്റുകളുണ്ടാവും. മീൻസ് വട്ടത്തിൽ ക്രോസ് ആയിട്ടുള്ള കുറേ കഴുക്കോലുകൊണ്ട് ഇങ്ങനെ ഒരു സൂത്രം ചെയ്യും. അതിൻ്റെ ഒരു കഴുക്കോൽ ഫ്രണ്ടിലുണ്ടാവും. അത് നമുക്ക് ബേൺഡ് ചെയ്യുന്ന പ്രഷ്യൻ ബ്ലൂ മതി. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഴുക്കോൽ പോളുകൾ കൊണ്ടാണ് ഈ സംഗതി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കണം. ചീനവരൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഇതിലേക്ക് ഈ പോസ്റ്റിലേക്കാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വല ഘടിപ്പിക്കുന്നത്. കൃത്യമായിട്ട് അവിടെ ഒന്ന് നിൽക്കണം. അങ്ങനെ ഒരു പോളുണ്ടാവും, ഒരു പോസ്റ്റ്. അതിൻ്റെ കൂടെ അതിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ ഈ 2 പോളുമിലാണ് സംഭവം നിൽക്കുന്നത്. ഇതിന് ടോപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ ഒരെണ്ണം, പിന്നെ അടുത്തത് 2, 3, അങ്ങനെ 4 പോളുകളാണ്, കഴുക്കോലുകളാണ് ഇതുപോലെ മുട്ടി നിൽക്കേണ്ടത്. പിന്നെ ഇവിടെ കുറച്ച് മരങ്ങൾ, തെങ്ങിൻ്റെ കൂട്ടുകാർക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ തെങ്ങിൻ്റെ ഓല ഇങ്ങനെ കുറച്ച് ഓല കൊടുക്കണം. സജഷൻസ് മാത്രം മതി. തെങ്ങിൻ്റെ ഓല കുറച്ച് ലെമൺ യെല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒലിവ് ഗ്രീൻ. ഇത് നമുക്കിവിടെ ഈ കഴുക്കോലിൻ്റെ ഈ ചീനവരയുടെ റിഫ്ലക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഭാഗത്തുള്ള ഇതിൻ്റെ മൺതരികളാണ്. അതിനെ നമുക്ക് ബേൺ ചെയ്യുന്ന പ്രഷ്യൻ ബ്ലൂ, അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ യെല്ലോ. പേപ്പർ ഒന്ന് നനച്ചു കൊടുക്കണം, നല്ലതാണ്, കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് ബേൺ ചെയ്യുന്ന പ്രഷ്യൻ ബ്ലൂ, പിന്നെ വൈറ്റാണ്. ഇവിടെ വെള്ളം ഇറങ്ങി കയറി പോണ ഒരു ഫീലാണ് വരേണ്ടത്. ഇവിടെ ഞാൻ ഉപയോഗിച്ച കളേഴ്സ് ബേൺ ചെയ്യുന്ന പ്രഷ്യൻ ബ്ലൂ, പിന്നെ കുറച്ച് യെല്ലോ ഓക്കർ, പിന്നെ ബാക്കിയെല്ലാം വൈറ്റാണ്. റിഫ്ലക്ഷൻ പോലെ വന്നാൽ ഒരു നനഞ്ഞ മണ്ണിൻ്റെ ഫീൽ വരും. ഇനി നമുക്ക് പെട്ടെന്ന് ഒരാളുടെ കളർ ടോപ്പ് ബോഡി വരച്ച് അതിനോട് ചേർന്ന് ഡ്രസ്സ് വരച്ച് അയാളുടെ ഒരു തല, അതിൻ്റെ കൂടെ ഒരു ലേഡീനെ വെച്ച് കൊടുക്കാം. അതിന് ഞാൻ ലെമൺ യെല്ലോയും കുറച്ച് സാപ്പ് ഗ്രീനും കൂടി ചേർത്തിട്ട് അവരിങ്ങനെ ഡ്രസ്സ് പൊക്കി വെച്ചേക്കണ, വെള്ളം നനയാണ്ടിരിക്കാൻ വെച്ചേക്കണ ഒരു ഫീലാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ മുകളിൽ കണ്ട കളറ് താഴേക്ക് കൊടുക്കുക. ഇതാണ് വളരെ പെട്ടെന്ന് ഒരു ചീനവര ചെയ്യേണ്ട ദൃശ്യം. ചീനവരയുടെ ഈ പോൾസ് കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ട്, അത് വണ്ണം കുറച്ച് വരച്ചാൽ മതി, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അക്രിലിക്കിൽ ചെയ്യേണ്ട ഒരു രീതി. മോഡേൺ ലോകത്തിൻ്റെ അടുത്ത സെഗ്മെൻറ്റ്
കേരളത്തിലെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിത്രകലാ ജീവിതത്തെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഒ സുന്ദർ. മീഡിയ റിയലിസം എന്ന ശൈലി സ്വയം സൃഷ്ടിച്ച ഒരു പ്രതിഭാധനനാണ് ഒ സുന്ദർ. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യ ഇമേജസ് എന്ന സീരീസിൽ സുന്ദർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചിത്രകലയിലെ എല്ലാ ഗതിവിന്യാസങ്ങളും സുന്ദറിൻ്റെ പെയിൻറ്റിങ്സിൽ നമുക്ക് കണ്ടെത്താം. തികച്ചും കാലത്തിനൊപ്പം നടക്കുന്ന ചിത്രകാരൻ. എറണാകുളത്ത് വടുതലയിലാണ് സുന്ദറിൻ്റെ ജന്മദേശം. തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് പെയിൻറ്റിങ്സിൽ ബിരുദം നേടിയിട്ടുണ്ട്. NBSൻ്റെ വിശ്വവിജ്ഞാന കോശം, അഖില വിജ്ഞാന കോശം എന്നിവയുടെ ആർട്ട് ഡയറക്ടറായിരുന്നു. ഭാര്യ ജയശ്രീ, മക്കൾ ശ്രീരൂപ്, അനുരൂപ്. ഇന്നത്തെ വർണ്ണലോകം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത വർണ്ണലോകം ഇനി അടുത്ത ആഴ്ച ഇതേ സമയം. നമസ്കാരം. പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1, ഫോൺ 047124666160, ഇമെയിൽ panorama.tvmedia@gmail.com. ഏഞ്ചൽ, നീർജ എന്ന മൂവി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ കാരണം? ആ മൂവി എന്ന് പറയുന്നത് നീർജ ഭാനറ്റ് എന്നറിയപ്പെടുന്ന ഒരു എയർ ഹോസ്റ്റൽസിന്റെ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. നീർജ ഭാനറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 1986 സെപ്റ്റംബർ 5 നടന്ന പനാം ഹൈജാക്ക്. അപ്പോൾ അതിൽ 339 പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്തി തൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത ഒരു കറേജസ് ആയിട്ടുള്ള ഒരു സ്ത്രീ വ്യക്തിത്വമാണ് ആക്ച്വലി നീർജ ഭാനറ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നീർജ ഭാനറ്റിനെ പറ്റി ലോകം തന്നെ പറയുന്നത് ആൻ ഓർഡിനറി ഗേൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി കറേജ്. അത്തരത്തിലൊരു അമേസിങ് ക്യാരക്ടറാണ് നീർജ എന്ന് പറയുന്നത്. തീർച്ചയായും അവരവരുടെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വിമൻ ടു വിൻ അശോക ചക്ര അവാർഡ്. ആദ്യമായിട്ട് അശോക ചക്ര അവാർഡ് കിട്ടിയത് നീർജ ഭാനറ്റിനാണ്. അപ്പോൾ അത്തരത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് നീർജ ഭാനറ്റിനെ നമ്മൾ റെസ്പെക്റ്റ് കൂടി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പോസിറ്റീവ് ഫീൽ തരുന്ന ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.